സ്വാഗതം. അപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ നന്ദു, എന്താണ് പരിപാടി? നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവനെ കുളിപ്പിച്ചേ ഉള്ളു, അതിന്റെ ഓട്ടമാണ്. നീ പറഞ്ഞോ? ഓക്കെ, അപ്പൊ കുറച്ച് ദിവസം ഇങ്ങനെ പായസം കുടിക്കാൻ ആഗ്രഹം. അപ്പൊ നമ്മൾ ഇന്ന് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അച്ഛനുണ്ടോ? 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 അച്ഛന് വേണം, അച്ഛന്. ഞാനും ചേട്ടനും കൂടെ ആയിട്ടോ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനായിരിക്കും മെയിൻ ആള്, ചേട്ടൻ എനിക്കൊരു ഹെൽപ്പർ മാത്രം, ഹെൽപ്പർ ബോയ്, ഹെൽപ്പിംഗ് ബോയ് ആയിരിക്കും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ അമ്മ മോനെ ഹാൻഡിൽ ചെയ്തോളൂന്നാണ് നമുക്ക് വിശ്വാസം. അവൻ നിന്ന നോക്കാം, തലയാണെല്ലാം പറക്കി താഴെടാൻ നോക്കാം. അവനെക്കാട്ട് പറ്റാത്ത കാര്യങ്ങളാണ് അവന് ചെയ്യാൻ ഇഷ്ടം. മക്കളെ നോ പറഞ്ഞേ, നോ പറഞ്ഞേ. എങ്ങനെ നോ പറയണ്ടേ? അച്ഛനടുത്ത് പറഞ്ഞു നോ. നോ നോ നോ. അവന് മൂടില്ല ഗായ്സ്. അപ്പൊ എന്ത് പായസമാണ്? പൈനാപ്പിൾ പായസം. ഓക്കെ, വാ. മോനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഓക്കെ, ഏറ്റവും നമുക്ക് വേണ്ടതാണ് നമ്മുടെ പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ പൈനാപ്പിൾ. പിന്നെ നമുക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ നമ്മുടെ കയ്യില് ഒരു കാര്യം ചോദിക്കട്ടോ, നീ മുമ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. അവൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഫസ്റ്റ്. ഓക്കെ ഓക്കെ. ഇതായിട്ടോ കറുത്ത ഉണക്ക മുന്തിരിങ്ങ ആയിട്ടോ ഉള്ളത്. തൽക്കാലം നമുക്ക് നമ്മുടെ വീടുള്ളതെല്ലാം കഴിക്കുന്നുള്ളു. നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം പിന്നെ ചവരി ഓരോന്നുണ്ട്. നമുക്കപ്പം ആദ്യം ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സംഭവം നമ്മൾ അത് റെഡി ആക്കി വെക്കണം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പൈനാപ്പിൾ എല്ലാം അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കി വെക്കണം. രണ്ടാമത്തെ ചെയ്യുന്ന വെച്ചാൽ തേങ്ങ തിരുവി അല്ലെ, തിരുവി അത് മിക്സിയിൽ അരച്ച് തേങ്ങാപ്പാൽ 1, തേങ്ങാപ്പാൽ 2 ആക്കി വെക്കണം. ഒന്നാം പാൽ രണ്ടാം പാൽ എന്ന് പറയും. പിന്നെ വേണ്ടത് ശർക്കര നമുക്ക് അലിയിക്കണം. ശർക്കര നമുക്ക് ഇതാക്കിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. കാരണം ശർക്കരയിൽ കല്ല് ചെയ്തു വന്നാ കഥ പറയണ്ട. ക്ഷീണിച്ച് ഭയങ്കര ചൂട്, കാലാവസ്ഥ ഭയങ്കര മോശം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്തതിന് മുന്നേ നമുക്ക് ആദ്യം തേങ്ങാപ്പാലെല്ലാം സെറ്റ് ആക്കി വെക്കാം. അപ്പൊ ഞാൻ ആദ്യമേ ഇപ്പൊ നമ്മളിവിടെ തേങ്ങ ഒരു അരമുറി തേങ്ങയുണ്ട്. നമുക്ക് അത് വെച്ച് ചെറുതായിട്ട് വെച്ചാൽ മതി. ചെറുതായി കുറച്ച് വെക്കുന്നുള്ളു. കാരണം നമ്മുടെ വീട്ടിൽ കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ ഒരു തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളു. അപ്പൊ നമുക്ക് ഇത് ചെലവാം. അപ്പൊ ഞാൻ തേങ്ങ ചെലവാൻ പോണ്. തേങ്ങ ചെലവാൻ അറിയാത്തവർക്ക് എന്റെ തേങ്ങ ചെലവ് കണ്ടിട്ട് പഠിക്കാൻ വേണമെങ്കിൽ ഓക്കെ വരും. ക്യാമറ സൂം ചെയ്ത് കാണിച്ചോണം. ഇങ്ങനെ പിടിക്കുക. തേങ്ങ കുറേ വരുന്നുണ്ടല്ലേ. എന്നെ ആക്കിയതാണോ എനിക്ക് മനസ്സിലായി. ഞാൻ പോട്ടെ, വിട്ട് കളഞ്ഞിരിക്കുന്നു. പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ വിട്ട് കളഞ്ഞേക്കണം. സഹായിക്കണോ? ചേട്ടൻ ഇതിനെ കറങ്ങി ഒന്നും തീർത്തില്ല. നോക്കട്ടെ തേങ്ങ കൊള്ളാമോന്ന്. ഇങ്ങനാണെങ്കിൽ 2-3 തേങ്ങ എടുക്കാൻ വരും. കൊള്ളാം, സൂപ്പർ. തേങ്ങ ചെലവ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പാടില്ല, കാരണം നമ്മുടെ കൈയൊക്കെ പോയി. തേങ്ങ ചെലവി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇത്രയും തേങ്ങയായിട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം അറിയോ? നമുക്ക് ശർക്കര, ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കുന്നതിന് മുന്നേ നമുക്ക് ശർക്കര അലിയിച്ചെടുക്കണം. ശർക്കര ഇതുകൊണ്ട് ശർക്കരന്റെ കവറൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് അലിയിച്ചെടുക്കണം. അത് ഞാൻ പാത്രം എടുക്കാം. ഇതിന്റെ അടിയിൽ ഞാൻ പാത്രം എടുക്കുന്ന കുറച്ച് നമുക്ക് ഇതിനകത്ത് അലിയിച്ചെടുക്കാവേ. ആദ്യം നമ്മള് പാത്രം നല്ലപോലെ കഴുകുക. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയില്ല. നീ എപ്പോഴും വിയർത്തല്ല. സത്യം, എനിക്ക് ഭയങ്കര വേർപ്പിൻ്റെതുണ്ട്. പെട്ടെന്ന് വേർക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. പായസത്തിന് എടുക്കാനുള്ള ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇല്ലായിരുന്നല്ലേ? ഏലക്ക ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ നോക്കുമ്പോഴായിരിക്കും വേറെ സാധനങ്ങൾ കിട്ടുന്നത്. എന്തിനാണ് കൈയോടെ വേണം.
ശർക്കര പെട്ടെന്ന് ഇതാവാൻ വേണ്ടിട്ട് ഞാൻ ഇച്ചിരി ശർക്കരയ്ക്ക് നല്ല കട്ടിയുണ്ട്. ശർക്കര നല്ല കട്ടി കേട്ടോ. നമ്മൾ ശർക്കര എല്ലായിടത്തും ശർക്കര കട്ടിയാൻ വളരെ ആദ്യമായിട്ട് ചെരുവുന്നുണ്ടാ. ഗായ്സ്, ചേച്ചി ആദ്യമായിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ പലതും പറയും. ഒന്നും കാര്യാക്കണ്ട. ഒരു കാര്യം ചെയ്യും, ഞാൻ പൊടിച്ചതാ. വെയിറ്റ്, ഇതാ ഇടയ്ക്ക് എന്നെ ചാടിക്കാം. ഗായ്സ്, എന്നെ കൊണ്ട് ഹെൽപ്പും ചെയ്യിപ്പിക്കൂല എന്നറിയാമോ? ഗായ്സ്, എന്നെ കൊണ്ട് ഹെൽപ്പും ചെയ്യിപ്പിക്കൂല. ക്രെഡിറ്റ് ഫുൾ അവർക്ക് വേണം. ഇന്നുപോലെ നടക്കൂ. ഇങ്ങ് താടേ, ഞാൻ പൊട്ടിക്കാടെ ചേച്ചി. ബോംബൂലും ആണോ നോക്കട്ടെ. ശർക്കരയാണെന്ന് തോന്നുന്നു. അത് വെള്ളം ഒഴിക്കുമ്പോ മെൽറ്റ് ആയിക്കോളും മോളെ പെട്ടെന്ന് തന്നെ. അങ്ങനല്ല, നിങ്ങക്ക് അതിന്റെ പകുതി പോരെ. ഞാൻ ചെയ്തരാടി താടിയങ്ങ്. എന്ത് കുശുംബിയാടി ഇവള്. ആ, ഞാൻ സഹായിച്ചു കഴിഞ്ഞാ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ് പാചകത്തിന്റെ. ഓക്കെ അല്ലേ? ശരി ഗായ്സ്, ഓക്കെ. ചേട്ടൻ എന്തോ വലിയ എഴുതി കാണിക്കാൻ തന്നെ കൊണ്ടുപോവാണ് നമ്മളെ. വാവ്, ശർക്കരയൊക്കെ തെറിച്ച് പറഞ്ഞു അടിച്ചപ്പോഴേ 4 പിന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം നോക്കി എടുത്തോ. ഓക്കെ, കുറച്ചിട്ടോളിട്ടോളൂ. മതിയാവോ? ഞാൻ കണ്ട്. ഓഫ് കോഴ്സ് അത് മതി. ഇതങ്ങ് വെച്ചോ. ഇവിടെ മൊത്തവും ശർക്കരയായി. പിന്നെ രാത്രി ശർക്കര ഇത്രയും മതിയെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഇടാം. യൂട്യൂബിൽ കണ്ട് ചെയ്യുന്നതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യൂട്യൂബിൽ കണ്ടാണെങ്കിലും ഉണ്ടാക്കുന്ന എന്റെ കൈ വെച്ചല്ലേ. ആ, കഴിക്കേണ്ട ഞങ്ങളല്ലേ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേർത്തൊലിച്ച് ക്ഷീണിച്ച് ചെയ്യുന്ന. പിന്നെ ഉപ്പിടണ്ടല്ലോ അല്ലേ? പായസത്തിന്റെ ഉപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ചെറിയൊരു ഉപ്പ് വിടും. ചിലപ്പോ ചെറിയ ഉപ്പ് വേണ്ടി വരും. നീ അത് പരിഹരിക്കുന്ന അറിയാം. അതാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്രയും വെള്ളം മതി. ഇവിടെ മൊത്തം കുളമായി. അമ്മ ഇറങ്ങി വരുമ്പോ ചീത്ത വിളിക്കും. അപ്പൊ നമുക്ക് ഇത് ഇതാക്കി വെക്കാം. ഗ്യാസ് കത്തിക്കുക. ഇതങ്ങോട്ട് ഇടുക. തീ കൂട്ടി വെക്കാം. എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. ഇത് നമ്മള് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഇട്ടില്ല, ഇളക്കണ്ട, കുറച്ച് കൈയിട്ട്. അത് അറിയാവുന്നവരെ കമന്റ് ഇടുമായിരിക്കും. ഇത് ഇളക്കണം എന്നാണ് എന്റെ ഒരു ധാരണ. ഞാൻ അവിടെ കണ്ടു. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് ശർക്കര. ശർക്കര നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താ? നമുക്ക് തേങ്ങാപ്പാൽ 1 തേങ്ങാപ്പാൽ 2 ഉണ്ടാക്കണോ? അയ്യോ, എന്റെ മലയാളം കേട്ടിട്ട് അവർ ഞെട്ടും. അല്ല, അവർക്ക് മനസ്സിലാവും കിച്ചണിൽ കയറാറില്ലെന്ന്. ഞാൻ കിച്ചണിൽ കയറാറുണ്ട്. വല്ലപ്പോഴും ജ്യൂസ് കുടിക്കാനോ മുട്ട പൊരിക്കാനോ. ഇത് കണ്ടാ, ചേച്ചിക്ക് വാങ്ങിച്ച മുട്ടയാണ്. മുട്ടക്കാരിയാണ് ഗായ്സ്. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം മുട്ട. അപ്പൊ നമ്മൾ തേങ്ങാപ്പാല് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ തേങ്ങ ജസ്റ്റ് ഇങ്ങനെ ഇടുക. വെള്ളം ഒഴിക്കണം. മിക്സി അടിക്കണേന്നല്ലേ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ സംഭവം തേങ്ങാപ്പാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. വെള്ളം ഒഴിച്ചിട്ട്, കാരണം വെള്ളം ഒഴിച്ചാൽ നീ നിന്റെ ഇഷ്ടത്തിനുണ്ടാക്കിയോ? ആരൊന്നും പറയൂല. നീ എന്നെ കുടിച്ചാ മതി. ഈ ഒരു ടൂണ ഞാൻ ഉദ്ദേശിച്ചു, പക്ഷെ ടൂൺ എത്തുന്നില്ല കേട്ടോ. ഞങ്ങളുടെ മിക്സിക്ക് നല്ല ശബ്ദമാണ്. ഇല്ല, തേങ്ങാ ജ്യൂസായി. ഇതാണ് തേങ്ങാ ജ്യൂസ്. ഇനി പഞ്ചസാര ഇടുക, കുടിക്കുക. ഈ പായസം ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ എന്നെ കാണുമ്പോൾ അതിനെ പറയണ്ടല്ല. നാളെ ഞാൻ വേറെ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. പായസം
പാത്രങ്ങൾ മൊത്തം ഞാൻ കുളവാക്കിയിട്ട് മിക്കവാറും അമ്മ വരുമ്പോ ചീത്തോടെ മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇതാണാ നീ പറഞ്ഞ 1-ാം പാലും 2-ാം പാലും? ഇത് 1-ാം പാല്. ഇനി ഇച്ചിരി കൂടെ ഇത് മൊത്തം മിക്സ് ചെയ്ത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ. അതെ, വല്ലപ്പോഴൊക്കെ അമ്മമാരിൽ കൊണ്ടാക്കാൻ നോക്കണം. ഓ തന്നെ, ചേച്ചി പിന്നെ ജോലി ചെയ്ത് എക്സ്പെർട്ട് ആണല്ലോ. ഞാൻ അത്യാവശ്യം ജോലികൾ എന്റെ വീട്ടിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ കാരണം ഇവിടെ ഞാനൊരു മോനെ നോക്കുന്നുണ്ട്. ഓ, എല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ എന്നെ നോക്കാൻ ആരുമില്ല. ചേട്ടനെ നോക്കുന്നുണ്ട്. ചേട്ടനല്ലേ എന്റെ ഭർത്താവ്. ഓ, ഡയലോഗ് കേട്ടാ. സമയം കിട്ടാറില്ല, അമ്മമാർക്ക് അറിയാം. പിന്നെ തേങ്ങാപ്പാലിലൂടെ വെച്ച് തേങ്ങയൊക്കെ താഴെ വീഴുന്നുണ്ട്. എന്തായാലും ക്ഷമിക്കാം. നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് വെക്കാം. നമുക്കൊന്നും അടച്ചെടുക്കണം. നമുക്ക് ബാക്കി കൂടെ ചേട്ടൻ വിചാരിക്കോ ഇവിടെ ഇതൊക്കെ എപ്പ പഠിച്ച്, ഇതൊക്കെ ഇവിടെ എങ്ങനെ ചെയ്യുന്ന, ഇതിന് മുന്നേ അടുക്കളയിൽ പോലും കയറാത്തോളാന്ന് വിചാരിക്കും. യൂട്യൂബ് ഇല്ലേ മോളെ, പിന്നെ എന്ത് വേണം? യൂട്യൂബ് ഉണ്ടായിട്ട് കാര്യമില്ല. യൂട്യൂബില് വീഡിയോ അത്രയും നോക്കി നല്ലത് കണ്ടുപിടിച്ച് ഞാൻ അണയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ക്ലൈമറ്റ് അവിടെ പിടിക്കുന്നില്ല. കാരണം പെട്ടെന്ന് ക്ലൈമറ്റ് കണ്ടോ ഞാൻ വിയർത്ത് ഈ ക്ലൈമറ്റ് നാണയങ്ങൾ കിട്ടാറില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ 1 സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് സ്റ്റോപ്പ് ചെയ്തേക്കാം കേട്ടോ. ഇനി അതിനകത്ത് ഇരുന്ന് ഇതായിക്കോളും. അല്ല ഞാൻ എനിക്ക് കുറച്ചുകൂടെ ഉണ്ടാകും. ഇനി ഞാൻ തന്നെ ഇരുന്ന് അത്യാവശ്യം മെൽറ്റായി. ഓക്കെ, നമുക്ക് ഇനി ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ വേണം നമുക്ക് മാറ്റിയിട്ടാവേ. നമുക്ക് ഒരിടത്തോട്ട് മാറ്റി അടച്ചു വെച്ചു. ഞാൻ കുറെ പാത്രം എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാരമില്ല, നമുക്ക് നല്ലൊരു സാധനം ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ. ഓക്കെ, സെക്കൻഡ് അല്ലേ? പിന്നെ സെക്കൻഡ് തേങ്ങാപ്പാലാക്കാൻ വേണ്ടിട്ട് നമ്മൾ വെക്കാം. വെള്ളം തേങ്ങാപ്പാൽ സെക്കൻഡ് എടുക്കാം. ഇത് വേണേ നമുക്ക് അല്ലാത്ത പാല് വെച്ചുണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നമ്മൾ തേങ്ങാപ്പാൽ, കാരണം നമുക്ക് പാല് ഇവിടെ ക്ഷാമമാണ്. കവർ പാല് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ ഇവിടെ. പശുവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അല്ലേ മൊത്തം ഏരിയയിലൊക്കെ. പക്ഷെ ഇപ്പം ഒന്നുമേ ഇല്ല. ഇവള് വന്നപ്പോ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പശു. 2-3 പശു ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് മെയിൻ ഒരു ജോലിയുണ്ട്. നമുക്ക് പൈനാപ്പിൾ അരിയണം. അതാണ് നമ്മുടെ ഏറ്റവും റിസ്കി പണി. പൈനാപ്പിൾ അരി നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇങ്ങനെ പൈനാപ്പിൾ നല്ല പോലെ പഴുത്ത് അല്ലേ? നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് നോക്കാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. നമ്മൾ കട്ട് ചെയ്ത് കളയാം. കൈമുറിയെല്ലാം നോക്കി അവിടെ വെച്ച് മുറി. നിങ്ങൾ വിചാരിക്കും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹം കൂടുതൽ കൊണ്ടിട്ടാ ഇങ്ങനെ കൈ മുറിയില്ലെന്നൊക്കെ പറയുന്ന വിചാരിക്കും. പക്ഷെ ഞാൻ എപ്പോൾ പിച്ചർ തരത്തിലും കൈ മുറിക്കാറുണ്ട്. കൈ മുറിക്കുന്ന മാത്രമല്ല, എന്റെ ഭർത്താവ് അത് പന്തം പോലെ കെട്ടി തയ്യാറുണ്ടത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ ഇങ്ങനെയാണോ? തീർക്കോ? സൂപ്പർ മധുരം. സൂപ്പർ. പായസമല്ല, പൈനാപ്പിൾ. പായസം കുടിക്കുമ്പോ എന്താ പറയാന്ന് കണ്ടാ മതി. ഓഹോ, കൊതുകൊണ്ട്. നിങ്ങളുടെ കൂടെ കൊതുകൊണ്ട്, ഭയങ്കര കൊതു. ഇത് തിന്നാൻ പറ്റിനി? അത് ഞാൻ കഴിക്കാൻ. ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന പറഞ്ഞേ? ചവണി. ചവണിയാ? അല്ല, ചവണി മോളെ അത് ചക്കയ്ക്ക് വേറെന്തെങ്കിലും സംഭവം. പൂഞ്ഞ്. പൂഞ്ഞ്. ഞാൻ ഇതിനെ കോഴിക്കാലെന്ന് പറയും. കോഴിക്കാലോ? ബൂസടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നല്ല മധുരമുണ്ട്. പൈനാപ്പിൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ ഞാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് അരിയാൻ പറ്റും. ഇതൊരു കട്ടി കുറഞ്ഞ ജ്യൂസ് ആയിരുന്നോണ്ടായിരിക്കും. കുറച്ച് മതിയാവോ ഏട്ടാ? വേവോ? മതിയോ? എനിക്കറിയത്തില്ലേ. ചവ്വരി ഇങ്ങനെ അടുപ്പിൽ കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞ മുത്തു, ഞാൻ ഇതുവരെ പായസം കണ്ടിട്ടില്ല ഉണ്ടാക്കുന്നത്. എനിക്കറിയത്തില്ല. നന്നായി. പക്ഷെ കുടിക്കുമ്പോ അറിയാം കേട്ടോ. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. കാരണം അത് വേവട്ടെ. ഓക്കെ, ഞാൻ വല്ലതെടുത്തത്
നീ എടുത്തു മുത്തേ, കഴുകിയാ മതി, എന്തിനാ മുത്തേ? കഴി. കഴുകി വെച്ചാ മതി. അങ്ങനെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെള്ളം നമുക്കിങ്ങനെ ഉടനെ കളയാം. ഓക്കെ. ഗായ്സ്, അവസാനം കിച്ചന്റെ കോല ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവസാനം എല്ലാം ഇത് പായസം ഒഴിച്ചിട്ട് അമ്മ എന്താ ശരി. ഓക്കെ, നമ്മള് നെയ്യ് ഉണ്ട്. നമ്മൾ ആദ്യം നെയ്യ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നമ്മള് ഡ്രൈ ഫ്രൂട്ട് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം. പക്ഷെ അണ്ടിപ്പരിപ്പ് ഇല്ല കേട്ടോ. ഏലക്ക ഇടുന്നു, ലാസ്റ്റ് ഇടുന്നത്. അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കഴിക്കണം. നമുക്ക് ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ നമ്മുടെ ഇതുണ്ടല്ലോ മുന്തിരിങ്ങ, നെയ്യ് തിളച്ച് മറിയിക്കുകയാണ് കായസ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ. നെയ്യ് തിളക്കാനുള്ള ഗ്യാപ്പ് ഇല്ലല്ലേ? നെയ്യ് തിളച്ചിട്ടുണ്ട്, പെട്ടെന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഈ ചൗരി നോക്കി, ഈ വെള്ളം പ്രതിയാവും. ഞാൻ ചൗരി തിളപ്പിക്കണമെന്ന് അമ്മ പറഞ്ഞപ്പോ കേട്ടോ ഞാൻ അറിയാം. മുന്തിരിങ്ങയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റാനേ. ഓക്കെ അല്ലേ? നമ്മുടെ പൈനാപ്പിൾ ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ആണെന്ന് കഴിച്ചിട്ട് എങ്ങനെ തീ വെച്ചോ? തീ വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാൻ നമ്മളങ്ങനെ ശർക്കരപ്പാൻ ഇട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം തീ വെക്കാം കേട്ടോ. ഇത് എങ്ങനെ ഇളക്കുക? ഇത് മൂട്ടി പിടിച്ച് മോളെ. ആ, മൂട്ടി പിടിച്ച് അന്നലെ ഇളക്കി കുറുക്കുകള്. ഇരുന്ന് എന്റെ കൈ അഴകുന്നു ക്യാമറ പിടിച്ച് ഇന്നല്ല തീരുകൂടി. എന്തൊക്കെയോ മണമൊക്കെ വരുന്നുണ്ട്. എന്തിന്റെ? പൈനാപ്പിളിന്റെയാ, നെയ്യുടെയോ എന്തൊക്കെയോ മണം വരുന്നുണ്ട് ഗായ്സ്. കഴിക്കുമ്പോ അറിയാ. ഈ മുന്തിരിങ്ങട് ഞാൻ ആരെയും ഇപ്പൊ എല്ലാം പറഞ്ഞ ഇട്ട് വേവിച്ച് എടുത്തേനെ. ഇപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ 2 ഒഴിക്കാവേ. ഇത് തിളച്ച് വരുന്നുണ്ട്. 1 ഒഴിച്ചായിരുന്നാ? 1 ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ 2 ഒഴിക്കാം. തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ 2 ഒഴിക്കാവേ. തീ കൂട്ടി ഇട്ടോ? തീ കൂട്ടിയാണ് ഇട്ടേ. തേങ്ങാപ്പാൽ 2 ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അതിനകത്ത് ഇടാം. ഓക്കെ അല്ലേ കേട്ടോ? ഇടട്ടെ. നമുക്ക് ഇത് ഇതിനകത്ത് ഇടാവേ. ഓക്കെ, ഇങ്ങനെ ഒഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം. കുറച്ച് അടി പിടിച്ചിട്ടുണ്ട്. നമുക്കത് കുത്തി കിടക്കുന്നില്ല, കുറച്ച് മതി. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇളക്കി കൊടുക്കാം. മധുരത്തിന്റെ അങ്ങേയറ്റമായിരിക്കും. വെച്ച് തീർന്നില്ല, കൊള്ളാന്ന്. അയ്യോ, നമ്മളിപ്പം ഇത് വെച്ചല്ലോ. ഇതിന് തിളച്ചിടുമ്പോ നമുക്ക് അടുത്ത പാലെല്ലാം ഒഴിച്ച് അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പണി ചെയ്യാം, എളുപ്പ പണിയാം. അപ്പൊ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്യാനുള്ളതെല്ലാം ക്ലീൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഷാടപ്പടയെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഷാടപ്പടയം ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വേസ്റ്റുകളെല്ലാം അങ്ങ് മാറ്റാം. അപ്പൊ അതെല്ലാം നമ്മള് പായസം ഉണ്ടായി തീരുന്നതിന് മുന്നേ നമ്മളെല്ലാം കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പണിയൊന്നും നടക്കത്തില്ല. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ പാട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല പറഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ള ത്വര വെച്ചോളൂ. ഓക്കെ. നമ്മൾ എപ്പോ തുടങ്ങിയതാ? 5-6 മണിക്ക് തുടങ്ങിയ പണിയാട്ടാ. സമയം ഇപ്പം 7 മണിയായി. 1-ാം പാൽ ഒഴിക്കാറായോ? ടെൻഷനാണ് കഴിച്ച്. നമ്മൾ ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് നല്ലതെല്ലാം പറഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. വിഷം വേണ്ട മൊത്തം. ഞാൻ നല്ലത് തന്നെ പറയാം. നിങ്ങളൊക്കെ തിന്നാ മതി. തിന്നില്ലെങ്കിൽ തിന്നും. എനിക്ക് പെട്ടെന്ന് കുളിക്കണം കേട്ടോ. ബാത്റൂം വെള്ളമൊക്കെ ഉണ്ടാ ഉണ്ടല്ലോ. നമ്മുടെ തേങ്ങാപ്പാൽ വേണ്ട ഇത്രയും ആക്കുമ്പോഴത്തേക്ക്
പൈനാപ്പിളൊക്കെ വെന്ത് അലിഞ്ഞു പോകുന്നു. അങ്ങനെ വേണം വരാൻ. അല്ലേ അങ്ങനെ പൈനാപ്പിൾ നമ്മള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇളക്കി കൊടുക്കാതെ ഇടാൻ പോവാണേ. ഉണക്കുമ്പോൾ ഇതിനകത്ത് കിടന്ന് വേവട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. ഉണക്കുന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഏലക്കയുടെ കറി. ഇനിയിപ്പോ എങ്ങനെ പറ്റിയ പായസമായ അപ്പൊ തീർന്നു. സിമ്പിൾ പായസം ഇത്രയുള്ളു. അതിന്റെ സീഡ് വെടി വരുമ്പോ ആ ഒരു ടേസ്റ്റ് പിടിച്ചോളും. ഇങ്ങനെയൊക്കെയാണോ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ കാണും മുത്തു. പിന്നെ പറ്റുമ്പം എടുത്ത് പുറത്ത് പോയാ നമുക്ക്. പക്ഷെ പൈനാപ്പിൾ എനിക്കൊന്ന് ഇച്ചിരി കൂടെ കുഞ്ഞതായിട്ട് അരിയണമായിരുന്നു. അതതിന്റെ മിക്സി അടിക്കണ വരുന്ന അറിയാൻ വയ്യ. അപ്പൊ നമ്മുടെ പായസം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ തിള പോവുകയാണ് മുത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ ആ ശർക്കര ഇട്ടതുള്ളൂ കേട്ടോ. വേറെ ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമല്ല. മധുരം ഞാൻ കുറച്ച് നോക്കി. അത്യാവശ്യം മധുരം ഉള്ളത് മതി. കൂടുതൽ മധുരം വേണ്ട. പിന്നെ കൂടുതൽ മധുരം വേണ്ട ആൾക്കാരൊക്കെ നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഇതാക്കാം. ഇത് ഫുള്ളേ അല്ല മുന്തിരിങ്ങയുടെ ആ സംഭവം ഫുള്ള് മുന്തിരിങ്ങ എടുത്താണ്. പക്ഷെ അണ്ടിപ്പുണ്ടായത് ബെറ്റർ ആയിരുന്നു അല്ലേ? ഓക്കെ ഗായ്സ്, അങ്ങനെ പായസം ഫിനിഷ് ആയിട്ടുണ്ട്. മധുരം നോക്കി. നീ നോക്ക്, ഞാൻ അവസരം കഴിക്കാം. നോക്കടി ഇല്ലടി, നോക്കടി. വീഡിയോ എടുത്ത് കൈ അടയ്ക്കുന്നു. എന്റെ മോനെ എന്തോ സെറ്റാ. നിർത്തിയാ? പായസമായ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പായസം ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ബൗളിൽ എടുത്തോണ്ട് ഒരു കുട്ടി. നമുക്ക് വേറെ സ്പൂൺ എടുക്കാം, കാരണം ഈ സ്പൂണിന്റെ അടക്കൂടെ വീഴുന്നു. അപ്പോൾ എന്റെ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. എന്റെ പൈനാപ്പിൾ പായസം ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംസാരത്തിൽ ഒരു ജാട ഉണ്ടെങ്കിൽ പായസം വെച്ചല്ലേ കുറച്ച് ജാട കാണിക്കാം. അപ്പം എന്തെങ്കിലും ഞാൻ വീഡിയോ എടുത്ത് എന്തെങ്കിലും പറഞ്ഞതും ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കുക. ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ്. ഇനി പല പരീക്ഷണങ്ങളും ഞാൻ നടത്തുന്നതായിരിക്കും. എന്റെ ചേട്ടൻ ജീവനോടാണോ നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് ചേട്ടന് കൊടുത്തു നോക്കാവേ. ചേട്ടാ, ഹാൻഡിൽ വിത്ത് കെയർ. ഇപ്പൊ പനിയൊന്നുമില്ല എനിക്ക്. പനി വരികയാണെങ്കിൽ വയറൊക്കെ വരും നോക്കിയാ മതി. കണ്ടിട്ട് പക്ഷെ പൈനാപ്പിൾ തിന്ന് നോക്കണം. പൈനാപ്പിളിന്റെ ഇത് ഇറങ്ങിയിട്ടുണ്ടോ? എനിക്കിത് പൈനാപ്പിൾ കുറച്ചുകൂടി ചെറുതായിട്ട് അരിയണമായിരുന്നു തോന്നുന്നു. സത്യസന്ധമായിട്ട് പറയണം. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയണം, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയണം. സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് എനിക്ക് വേണ്ടത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. കണ്ടിട്ട് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോശം പറയാനൊന്നുമില്ല, ഒരു വെറൈറ്റി ഫീൽ ഉണ്ട്. സത്യം പറഞ്ഞാൽ പായസം തോന്നുന്നുണ്ടോ? ആ ചാറിന്റെ അകത്ത് പൈനാപ്പിളിന്റെ എസൻസ് നല്ല പോലെ ഉണ്ട്. പിന്നെ പായസം ആണെന്നുള്ള ഫീൽ ഉണ്ടോ? നൈസ്. തമാശല്ലേട്ടാ, സംഭവം കൊള്ളാം. കുറ്റം പറയാനൊന്നുമില്ല, അടിപൊളിയാ. കഴിച്ചു നോക്ക്, അത് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞേ. സംഭവം കൊള്ളാം ഗായ്സ്. ഒന്ന് കഴിച്ചു. ചൂടില്ല, വലിയ ചൂടില്ല, ചെറിയ ചൂടിയുള്ള കുട്ടികൾ. പൈനാപ്പിള് കട്ടി കൂടി പോവുക. അത് കുറച്ചുകൂടെ നമ്മള് വേവണമെന്ന് തോന്നല്ലേ? അല്ലാതെ കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞെന്തോ ഇതുണ്ട്, കറക്റ്റ് അറിയില്ല. പക്ഷെ പൈനാപ്പിളിന്റെ ചാറ് മൊത്തവും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ലപോലെ പഴുത്ത് പൈനാപ്പിൾ. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പം എന്റെ പൈനാപ്പിൾ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.